നമ്മുടെ ആദ്യത്തെ സെഷൻ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഒരു കോമൺ സെഷൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ കഴിഞ്ഞു. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇന്ററാക്ട് ചെയ്ത് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു അല്ലെ. നമ്മുടെ മൂന്നാമത്തെ സെഷൻ നമ്മളെ ഇഗ്നുവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇത് നമ്മുടെ നാലാമത്തെ സെഷനാണ്, നമ്മുടെ സിലബസ് ഡീകോഡിംഗ് അല്ലെ. ബി എ സൈക്കോളജിയിൽ എത്ര പേപ്പേഴ്സ് നമ്മൾ പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, നമ്മുടെ ഇഗ്നുവിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അസൈൻമെന്റ് സബ്മിഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സെഷനാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സെഷൻ. അപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. മിസ് പറയുന്നത് ചിലപ്പോൾ കേൾക്കുന്ന ചില ആൾക്കാർക്ക് പറയും, മിസ് അന്ന് ഓൺബോർഡിന്റെ സമയത്ത് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, എന്താ ഇങ്ങനെ വന്ന്, ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നാം, ചില ഡൗട്ടുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ എന്താണ്, പെട്ടെന്ന് എല്ലാവരും ഒരു പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അതല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ മിസ് ചെയ്യാതെ എഴുതി വെക്കുക. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ നമ്മുടെ സിലബസ് ഡീകോഡിംഗ്. അപ്പൊ ഫസ്റ്റ് തന്നെ പറയട്ടെ, നമ്മുടെ ബി എ സൈക്കോളജി എന്ന് പറയുന്നതിൽ ബി എ സൈക്കോളജി 3-year കോഴ്സ് ആണ്. അതായത് നമ്മുടെ ബി എ ഹോണേഴ്സ്, അതായത് 3 വർഷത്തെ കോഴ്സും ഉണ്ട്, അതേപോലെ തന്നെ 4-year കോഴ്സും ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വിചാരിച്ചാല്, നമുക്ക് 3 വർഷത്തെ കോഴ്സ് പഠിച്ചിറങ്ങി, ഓക്കെ കുഴപ്പമില്ല. 4 വർഷത്തെ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂടെ ഒരു 1 ഇയറിന്റെ പി ജിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി ജിയും കൂടി നമുക്ക് അച്ചീവ് ചെയ്യാം. 4 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കൂടി പി ജി എടുത്താൽ മതി. അതല്ല നമുക്ക് 3 വർഷം തന്നെ മതി, 4 വർഷത്തെ കോഴ്സ് എടുത്തിട്ട് 3 വർഷം തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 3 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് എക്സിറ്റ് അടിക്കാം. അപ്പൊ നമുക്ക് 3 വർഷത്തെ ഡിഗ്രി കയ്യിലുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താണ് നമ്മുടെ സെഷനിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഔട്ട്കം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നമ്മുടെ കോഴ്സിനെ കുറിച്ചിട്ട് ഡീകോഡ് ചെയ്യുക. അതായത് നമ്മുടെ കോഴ്സിന് നമ്മൾ കോഡ്, നമ്മുടെ ഇപ്പൊ ബി എ സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് BAPCH ആണ്. അപ്പൊ അതായത് നമ്മുടെ 4 ഇയർ കോഴ്സുകളാണെങ്കിൽ BAFPC ആണ് നമ്മുടെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് കോഴ്സിൽ ഡീകോഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ സൈക്കോളജി മെന്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സൈക്കോളജി പേപ്പേഴ്സിൽ നമുക്ക് ഉള്ളത് എങ്ങനെയാണ്, ബ്ലോക്ക് വൈസ് ആയിട്ടാണ്, ബ്ലോക്കിന്റെ അണ്ടറിൽ ഓരോ യൂണിറ്റുകളായിട്ടാണ് എന്നുള്ള പറഞ്ഞു അല്ലെ. നമ്മുടെ സിലബസിൽ അങ്ങനെയാണ്, ഓരോ ബ്ലോക്കുകളാണ്. ആ ബ്ലോക്കിൽ എന്താണ്, ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട്. പിന്നെ നമ്മുടെ സിലബസിനെ മാപ്പ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ, ലേൺ വൈസിന്റെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, നമ്മൾ റെക്കോർഡിംഗ് സെഷൻസ് അവൈലബിൾ ആക്കുന്നുണ്ട്. നമ്മൾ ഓരോ മെറ്റീരിയൽസ്, അതായത് നമ്മുടെ ഓരോ സബ്ജക്റ്റും റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെൽപ്പ് ബുക്ക്, നമ്മളെ ലേൺ വൈസിന് തന്നെ ഷോർട്ട് നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്, എക്സാം PDF പോലുള്ള ഫീച്ചേഴ്സുകളും, അതേപോലെ നമ്മുടെ അസൈൻമെന്റുകൾ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് അസൈൻമെന്റും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അസൈൻമെന്റ് ഗൈഡും നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സാമിന് നമ്മൾ ഒന്നും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ PYQ സെഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അസൈൻമെന്റിനെ കുറിച്ചിട്ട്, നമ്മുടെ എക്സാംസിനെ കുറിച്ചിട്ട്, നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് കണ്ടു തുടങ്ങണം എന്നുള്ള രീതിയിൽ സ്റ്റഡി സ്ലോട്ട്സുകളും ഒക്കെ നല്ല രീതിയിൽ ഒരു ടൈം ലൈൻ ക്ലാരിറ്റി നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അറിയില്ലേ, എക്സാമിന്റെ സമയത്ത് ചില ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, എവിടെ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം, എത്രത്തോളം ഞാൻ എക്സാം അതായത് ഒരു 5 മാർക്കിനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം അത് എഴുതണം, എത്ര പേപ്പേഴ്സ് കംപ്ലീറ്റ് ആക്കണം, ചില ആൾക്കാർക്ക് അതിലൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സാമിന്റെ ആ സമയമാകുമ്പോൾ സ്പെഷ്യൽ ലൈവ്സുകൾ, മോഡൽ എക്സാംസുകൾ, അതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻ ഹെൽപ്പ് ഡെസ്കുകൾ, പിന്നെ EEP സെഷൻസ്, അതായത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമുകൾ, പിന്നെ ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് നിങ്ങളുടെ സ്കില്ലുകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്, നിങ്ങൾ അപ്സ്കിൽ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ നിങ്ങളെ ഗൈഡ് ചെയ്ത് മെന്റർ ചെയ്ത് കൂടുതൽ നിങ്ങളെ അപ്സ്കിൽ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മളൊരു ആക്ഷൻ ടാസ്കും കൂടെ ഈ ഒരു സെഷന്റെ ലാസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇനി നമ്മൾ ഇഗ്നുവിന്റെ സിലബസിനെ കുറിച്ചിട്ട് പറയാണ്. അതായത് നിങ്ങൾ നമ്മുടെ മൂന്നാമത്തെ സെഷനിൽ ഇഗ്നുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ, സിലബസ്. അതായത് നമ്മുടെ സിലബസിനെ കുറിച്ചിട്ടാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതുവരെ ഇഗ്നുവിൽ എങ്ങനെയാണ് എക്സാംസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സർ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സൈക്കോളജി, BA സൈക്കോളജിന്റെ സിലബസ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ ഇഗ്നുവിന്റെ സിലബസിൽ 5 ലെയർ ആയിട്ടാണ് നമ്മൾ ഈ സിലബസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ പ്രോഗ്രാമുകൾ, കോഴ്സസ്, ബ്ലോക്സ്, യൂണിറ്റ്, അതേപോലെ തന്നെ അസസ്മെന്റ്. ഇപ്പൊ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താ, നിങ്ങളുടെ പ്രോഗ്രാം ഏതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു BAPCS എന്ന് പറയുന്നതാണ് നിങ്ങളുടെ പ്രോഗ്രാം, BA സൈക്കോളജി. അല്ലെങ്കിൽ നമ്മുടെ 4 വർഷത്തെ കോഴ്സ് എന്ന് പറയുന്നത് BAFPC എന്ന് പറയുന്നതാണ് ആ പ്രോഗ്രാം. അപ്പൊ അതിൽ
ഇയേഴ്സ് ആയിട്ട് ഇപ്പൊ നമ്മളറിയാം BA സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ 3 ഇയർ കോഴ്സ്, അതായത് 3 വർഷമാണ്. ഇപ്പൊ നമ്മള് അതിൽ സെമസ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ 6 സെമസ്റ്റർ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് ഇയറിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ് ആണ്. അപ്പൊ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏതാണ് കോഴ്സ്, അപ്പോൾ ആ കോഴ്സിന്റെ കോഡ്, അതിലുള്ള ടൈറ്റിൽസ് ഏതൊക്കെയാണ്, പിന്നെ നമ്മൾ ഓരോ ക്രെഡിറ്റുകൾ ഉണ്ട്, ഓരോ പേപ്പേഴ്സിന് അല്ലെങ്കിൽ ഓരോ കോഴ്സിന് ഓരോ ക്രെഡിറ്റുകൾ ഉണ്ടാവും. പിന്നെ ഓരോ പേപ്പറിലും ബ്ലോക്കുകളും അതിന് കോഡുകളും ടൈറ്റിലുകളും ഇതേപോലെ തന്നെ നമ്മുടെ സിലബസിൽ എന്താണ് അതിന് ഓരോ ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഓരോ ബ്ലോക്കിന്റെ അണ്ടറിലും യൂണിറ്റുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ബ്ലോക്ക് 1 ആണെന്നുണ്ടെങ്കിൽ അതിലെന്താണ് 2 യൂണിറ്റോ 3 യൂണിറ്റോ 4 യൂണിറ്റോ ഒക്കെ കാണും. അപ്പൊ എന്താണ് നമ്മുടെ റെക്കോർഡിംഗ് സെഷൻസ് ഒക്കെ കണ്ടു തുടങ്ങിയ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ റെക്കോർഡിംഗ്സിൽ ലെസൺ 1 ലെസൺ 2 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയിട്ടുള്ളത്. അപ്പൊ എന്താണ് യൂണിറ്റുകളിൽ ലെസൺസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലേൺ വൈസ് മാപ്പ് ചെയ്യുന്ന എങ്ങനെയാണ്, ഓരോ യൂണിറ്റ് ആയിട്ടാണ് മാപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അസസ്മെന്റ്സ് നമ്മൾ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ അസൈൻമെന്റ്സുകൾ നല്ല രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിനെ എഴുതാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അസൈൻമെന്റ്സ് ഒക്കെ കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അസൈൻമെന്റ് ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ സമയത്ത് നമ്മൾ എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അതിന് മുൻകരുതലായിട്ട് എടുക്കേണ്ടത്, ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്, ഫോക്കസ് ഏരിയ ഏതൊക്കെയാണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, മോഡൽ എക്സാമ്പിളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എക്സാക്ട് റൂളുകളും നമ്മൾ കറക്റ്റ് പ്രോഗ്രാം ഗൈഡുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്വിക്ക് ആയിട്ട് പറഞ്ഞു പോവാം. നമ്മുടെ പ്രോഗ്രാം എത്ര വർഷം എന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലെ. നമ്മുടെ 3 വർഷത്തെ പ്രോഗ്രാം ഉണ്ട്, BAPCH എന്ന് പറയുന്ന പ്രോഗ്രാമും ഉണ്ട്. 4 വർഷത്തെ പ്രോഗ്രാം ഉണ്ട്, BFPC എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് ഇയറിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലെ. ഇപ്പൊ BA സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞു 3 വർഷത്തെ പ്രോഗ്രാമും ഉണ്ട് 4 വർഷത്തെ പ്രോഗ്രാമും ഉണ്ട്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എത്ര പേപ്പേഴ്സ് ഉണ്ട്, എത്ര ഇലക്ടീവ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ സിലബസ് മാപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ സിലബസിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് BAPCH അതായത് 3 വർഷത്തെ പ്രോഗ്രാമിൽ നമുക്ക് പഠിക്കാനുള്ള ഏതൊക്കെയാ, നമുക്ക് നിർബന്ധമായിട്ടും പഠിക്കേണ്ട 4 പേപ്പേഴ്സ് ഉണ്ട് അല്ലെ, കോർ പേപ്പേഴ്സുകൾ അല്ലെങ്കിൽ സൈക്കോളജി പേപ്പേഴ്സ് എന്നൊക്കെ പറയാം അല്ലെ. അതിൽ ഫസ്റ്റ് പേപ്പർ ആണ് BPCC 101 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറും, BPCC 102 ബയോ സൈക്കോളജി, BPCC 103 സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, BPCC 104 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച്. ഈ 4 പേപ്പേഴ്സും ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിലുള്ള കോർ പേപ്പേഴ്സുകൾ അല്ലെങ്കിൽ സൈക്കോളജി പേപ്പേഴ്സ് എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ ഈ പേപ്പേഴ്സിൽ നമ്മളെ കൂട്ടത്തിൽ പല ആൾക്കാരും ഭയങ്കരമായിട്ട് പരിചയമുള്ള പേപ്പേഴ്സ് ആണ് ഇതൊക്കെ അല്ലെ. എങ്ങനെയായാലും ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ബയോ സൈക്കോളജി, സ്റ്റാറ്റി, ഈ പേപ്പേഴ്സ് ഒക്കെ പരിചയം ഉണ്ടാവും. ചില ആൾക്കാർ പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയ ആൾക്കാരുണ്ട്, ചില ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ ഇടയിലുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ 4 പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കമ്പൽസറി ആണ്, അതായത് കമ്പൽസറി ആയിട്ടുള്ള പേപ്പേഴ്സുകളാണ്. നമ്മുടെ ലേൺ വൈസിൽ ഇതിന്റെ മെറ്റീരിയൽസ്, റെക്കോർഡൽസ്, അതേപോലെ തന്നെ ലൈവ് സെഷൻസ്, നമ്മളെ പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകള്, നമ്മളെ പിന്നെ അതായത് നമ്മളെ ഷോർട്ട് നോട്ടുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി അവൈലബിൾ ആണ് ഇതിന്റെ മെറ്റീരിയൽസ് എല്ലാം. നമുക്ക് ഇവിടെ ഓരോ പേപ്പേഴ്സിന് വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 6 ക്രെഡിറ്റ് ആണ്. എന്നുവെച്ചാൽ 4 തിയറിയും അതേപോലെ തന്നെ 2 പ്രാക്ടിക്കലും ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിന്, ബയോ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിന് 6 ക്രെഡിറ്റ് ആണുള്ളത്. പക്ഷെ 4 തിയറിയും 2 ട്യൂട്ടോറിയലും ആണുള്ളത്. പിന്നെ നമ്മളെ സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ 6 ക്രെഡിറ്റ് തന്നെയാ. ഇതും എന്താണ് 4 തിയറിയും 2 പ്രാക്ടിക്കലും. പിന്നെ സ്റ്റാറ്റിയിൽ വരുന്ന സമയത്ത് ഇവിടെ എന്താണ് 6 ക്രെഡിറ്റ് തന്നെയാണ് ഉള്ളത്. ഇതിന് 4 തിയറീസും അതേപോലെ തന്നെ 2 ട്യൂട്ടോറിയൽ ആണ് ഉള്ളത്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളതാണ് 2 അബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളും അതേപോലെ തന്നെ നമ്മുടെ അബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഒന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസും അതേപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമാണ്. പിന്നെ വരുന്നതെല്ലാം എലക്ടീവ്സാ, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്. ഇത്രയും പേപ്പേഴ്സിന്റെ എല്ലാ അതായത് നമ്മുടെ റെക്കോർഡഡ്സ്, ലൈവ് സെഷൻസും പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ മെറ്റീരിയൽസും എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഫുള്ളി അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എൻവയോൺമെന്റൽ സ്റ്റഡീസും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനും ക്രെഡിറ്റ് വരുന്നത് 4. നമ്മുടെ അബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള ഈ 2 സബ്ജക്റ്റിന് വരുന്നത് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4. പിന്നെ വരുന്ന ഇലക്ടീവ്സിനെല്ലാം 6 ക്രെഡിറ്റ് വീതമാണ് ഉള്ളത്. ഇതില് നമ്മള് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അപ്ലൈഡ് എത്തിക്സ്, ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ, ഗവേണൻസ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്, ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്,
ഫിലോസഫി ഓഫ് റിലീജിയൻ, അണ്ടർസ്റ്റാൻഡിംഗ് ബി ആർ അംബേദ്കർ, വാട്ടർ ഹാർവസ്റ്റിംഗ്, കൺസർവേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ. ഇത്രയും ഇലക്ടീവ്സിന് നമ്മൾ മെറ്റീരിയൽ സപ്പോർട്ട് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഇവിടെ മെറ്റീരിയൽസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് സെഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, പക്ഷെ ഈ ഇത്രയും ഇലക്ടീവ്സ് വരുന്ന സ്കോർ എന്ന് പറയുന്നത്, വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. നമ്മുടെ ലേൺ വൈസിൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ഇലക്ടീവ് ഏതാണെന്നറിയോ? നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയും അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് നോക്കാം. അതായത് BA സൈക്കോളജിന്റെ സെക്കൻഡ് ഇയറിൽ എത്ര പേപ്പേഴ്സ് നമുക്ക് പഠിക്കണം എന്നുള്ളതാണ് നോക്കുന്നത്. സെക്കൻഡ് ഇയറിൽ നമുക്ക് 10 പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതില് സൈക്കോളജിക്കൽ റിസർച്ച് BPCC 105, ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് BPCC 106, BPCC 107 സോഷ്യൽ സൈക്കോളജി, BPCC 108 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് 2, BPCC 109 ഡെവലപ്മെന്റൽ സൈക്കോളജി, BPCC 110 അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഇത്രയാണ് നമ്മുടെ സൈക്കോളജി പേപ്പേഴ്സ്, അല്ലെങ്കിൽ കോ പേപ്പേഴ്സ് എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ ഇതിന്റെ ഒക്കെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒക്കെ 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. എല്ലാം ഫുള്ളി അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാ പേപ്പേഴ്സിനും 4 തിയറി പേപ്പേഴ്സുകളും, അതേപോലെ തന്നെ ചില പേപ്പേഴ്സിന് 2 പ്രാക്ടിക്കൽ അല്ലെങ്കിൽ 2 ട്യൂട്ടോറിയൽ, ആ രീതിയിലാണ്. ഓക്കെ, BFPCയും BPCHും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പേപ്പേഴ്സുകൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതായത് നമ്മൾ BSPCHൽ പഠിക്കുന്ന ചില ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന പേപ്പേഴ്സ് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു, സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു, ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നു, അത്ര വ്യത്യാസമേ ഉള്ളൂ. വലിയ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന പേപ്പേഴ്സ് ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, ഇമോഷണൽ ഇന്റലിജൻസ്, ഗവേണൻസ്, സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ്, അക്കാഡമിക് റേറ്റിംഗ് ആൻഡ് കമ്പോസിഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്കൂൾ സൈക്കോളജി, മാനേജിംഗ് സ്ട്രെസ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്. നമ്മുടെ ഇലക്ടീവ്സ് എല്ലാം കൂടിയതാണ് ഇത്രയും പേപ്പേഴ്സുകൾ. ഓക്കെ, എല്ലാം ഫുള്ളി അവൈലബിൾ ആണ് നമ്മുടെ ലേൺ വൈസിൽ. അതില് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, അതേപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസിന് ക്രെഡിറ്റ് വരുന്ന 4 ആണ്. പിന്നെ നമ്മുടെ ഗവേണൻസ്, സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ്, അക്കാഡമിക് റേറ്റിംഗ് ആൻഡ് കമ്പോസിഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇത്രയും പേപ്പേഴ്സിന് വരുന്നത് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ സ്കൂൾ സൈക്കോളജി, മാനേജ് സ്ട്രെസ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്, ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സൈഡിൽ, അതായത് നമ്മുടെ പേപ്പറിന്റെ പേരിന്റെ സൈഡിൽ ഇങ്ങനെ BPCC അല്ലെങ്കിൽ BGG അങ്ങനെ അതിന്റെ കൂടെ തന്നെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഇതെല്ലാം നമ്മുടെ പേപ്പറിന്റെ കോഡുകളാണ്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സിന്റെ കോഡ് ഇപ്പൊ നമ്മൾ ഓൺബോർഡിങ്ങിന്റെ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, പേപ്പേഴ്സിന് കോഡുകൾ ഉണ്ട്. ആ കോഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ പേപ്പേഴ്സ് ഇതൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിലുള്ള പേപ്പേഴ്സിന്റെ കോഡുകളൊക്കെ ഏകദേശം എല്ലാവർക്കും സുപരിചിതമായിരിക്കും. നമ്മളിങ്ങനെ പറഞ്ഞിട്ട് BPCC 101 എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി പോകെ പഠിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ ഡെയിലി ക്ലാസ്സസ് കാണുന്ന ആൾക്കാർക്ക് ഏകദേശം അറിയുന്നുണ്ടാവും കോഡുകളൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ആ കോഡുകൾ വെച്ചിട്ടാണ് ഇതെല്ലാം നമ്മുടെ പേപ്പേഴ്സ് ആണ്, നമ്മുടെ സൈക്കോളജി പേപ്പേഴ്സ് ആണ്, നമുക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ് ആണെന്നൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ സെക്കൻഡ് ഇയറിലുള്ള ബാക്കി കോഴ്സുകൾ, അതായത് ടൂറിസം, നമ്മുടെ ഇലക്ടീവ്സ് ആണ് ഇതെല്ലാം. ടൂറിസം, ആന്ത്രോപോളജി, ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ്, മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, ലൈഫ് സ്കിൽസ്, റീതിങ്കിങ് ഡെവലപ്മെന്റ്, സൈക്കോളജി ആൻഡ് മീഡിയ, അതേപോലെ പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി, ഡാറ്റ അനാലിസിസ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, application of social psychology, basics of hydrology, psychology of gender, creative writing. ഇത്രയും പേപ്പേഴ്സിന്റെ മെറ്റീരിയൽ ഓൺലി, അതായത് നമ്മൾ റെക്കോർഡ് സെഷൻസ് ഒന്നും ഉണ്ടാവില്ല, മെറ്റീരിയൽ സപ്പോർട്ട് മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇതേപോലെ ഇതിന്റെ ഓരോന്നിന്റെ ക്രെഡിറ്റുകൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളെ BNS 183 എന്ന് പറയുന്ന ടൂറിസം ആന്ത്രോപോളജി എന്ന് പറയുന്നതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ് അവിടുത്തെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. BPCS 185 ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്ന പേപ്പറിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന പേപ്പർ, അതിന്റെ കോഡ് എന്ന് പറയുന്നത് എന്താണ്? BPCC 187, ഇതിന്റെ ക്രെഡിറ്റും 4 ആണ്. ലൈഫ് സ്കില്ലിന്റെ ക്രെഡിറ്റും 4 ആണ്. ഓക്കെ, പിന്നെ വരുന്ന പേപ്പേഴ്സ് ആയിട്ടുള്ള റീതിങ്കിങ് ആൻഡ് ഡെവലപ്മെന്റ്, സൈക്കോളജി ആൻഡ് മീഡിയ എന്ന് പറയുന്ന പേപ്പേഴ്സിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 6. പിന്നെ പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി, ഡാറ്റ അനാലിസിസ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി, അതേപോലെ ബേസിക്സ് ഓഫ് ഹൈഡ്രോളജി. ഓക്കെ, ഇതിന്റെ ഒക്കെ ക്രെഡിറ്റ്സ് വരുന്ന 4ഉം. നമ്മുടെ സൈക്കോളജി ഓഫ് ജെൻഡർ ആൻഡ് ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും 6 ക്രെഡിറ്റ് തന്നെയാ വരുന്നത്. ഓക്കെ, ഇനി നമ്മള് തേർഡ് ഇയർ BAPCH എന്ന് പറയുന്ന കോഴ്സിന്റെ തേർഡ് ഇയറിൽ എത്ര പേപ്പേഴ്സ് ആണെന്നുള്ളതാണ് നോക്കുന്നത്. ക്രെഡിറ്റ് എന്ന് വെച്ചാല് നമ്മൾ പറയില്ലേ, ഇപ്പൊ നമ്മള് ഈ
ഇത്ര ടൈം എടുത്ത് പഠിച്ചിട്ട് നമ്മൾ ഇത്രയും മാർക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ആ ക്രെഡിറ്റിനനുസരിച്ച് നമ്മൾ എഴുതണം. ഓരോ പേപ്പേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് എഴുതണം. അപ്പോൾ പൊതുവെ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയാ ഇത്ര ഹവേഴ്സ് പഠിച്ചാലാണ് ആ പേപ്പേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക എന്നുള്ളതാണ് പറയാ. ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ക്രെഡിറ്റിന് തന്നെ ഇത്ര ഹവേഴ്സിനുള്ള ക്ലാസ്സസ് അതിൽ ഉണ്ടാവും, ഇത്ര മാർക്കിനുള്ള പോർഷൻസ് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, ഇനി തേർഡ് ഇയറിൽ നമുക്ക് എത്ര പേപ്പേഴ്സാ നോക്കാം. ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സൈക്കോളജി പേപ്പേഴ്സ് എന്ന് പറയുന്നത് 4 ഉണ്ട് അല്ലെ. അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ചുള്ള ഒരു പേപ്പർ BPCC 111, അതായത് 111, അത് ഫുള്ളി അവൈലബിൾ ആണ്. അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. 4 തിയറി പേപ്പേഴ്സുകളും 4 തിയറിയും അതേപോലെ തന്നെ 2 ട്യൂട്ടോറിയലും ഉണ്ട്. BPCC 112 എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. ഇത് ഫുള്ളി അവൈലബിൾ ആണ്. ഇതിന്റെ ക്രെഡിറ്റും 6 ആണ്. 4 തിയറി 2 പ്രാക്ടിക്കലും ഉണ്ട്. BPCC 113 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഡീലിംഗ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, ഇത് ഫുള്ളി അവൈലബിൾ ആണ്. 6 ക്രെഡിറ്റ് ഉണ്ട്, 4 തിയറി അതേപോലെ തന്നെ 2 ട്യൂട്ടോറിയലും ഉണ്ട്. പിന്നെ BPCC 114 എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് സൈക്കോളജി ആണ്. ഇതും ഫുള്ളി അവൈലബിൾ ആണ്. ക്രെഡിറ്റ് 6 തന്നെയാണ്. 4 തിയറി 2 പ്രാക്ടിക്കലും ആണ് ഉള്ളത്. പിന്നെ വരുന്നതാണ് പോസിറ്റീവ് സൈക്കോളജി, എൻവയോൺമെന്റൽ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, ഹാൻഡ് ബുക്ക് ഓൺ ഡെസർട്ടേഷൻ. അതില് പോസിറ്റീവ് സൈക്കോളജിയും എൻവയോൺമെന്റൽ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി ഫുള്ളി അവൈലബിൾ ആണ്. റെക്കോർഡ് സെഷൻസ്, നമ്മുടെ നോട്ടുകൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ലേൺ വൈസിലെല്ലാം അവൈലബിൾ ആണ്. ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് വരുന്നതും 6 തന്നെയാണ്. പിന്നെ ഹാൻഡ് ബുക്ക് ഓഫ് ഡെസർട്ട്, അതായത് നമ്മുടെ പ്രാക്ടിക്കൽസ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ്, അതാണ് ഉദ്ദേശിച്ചത്. അതായത് ഡെസർട്ടേഷൻ, നമ്മൾ പ്രൊജക്ടിനൊക്കെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതിന്റെ വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 6 തന്നെയാണ്. ഇനി നമ്മുടെ BA സൈക്കോളജി ഫസ്റ്റ് ഇയർ, BAPC എന്ന് പറയുന്ന കോഴ്സിന് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സുകൾ, അതായത് അവിടെയും 8 പേപ്പേഴ്സ് തന്നെയാണ് പഠിക്കാനുള്ളത്. പക്ഷെ അവിടെ എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്, 2 സൈക്കോളജി പേപ്പേഴ്സുകളേ ഉള്ളൂ. 2 കോർ പേപ്പേഴ്സ്, അതായത് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പേഴ്സുകൾ. ഒന്നെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, രണ്ടാമത് സോഷ്യൽ സൈക്കോളജി ആണുള്ളത്. ഫുള്ളി അവൈലബിൾ ആണ്. 2ന്റെയും ക്രെഡിറ്റ് 6 തന്നെയാണ്. പിന്നെ വരുന്നതൊക്കെ നമുക്ക് ഇലക്ടീവ്സ്, അതായത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ആബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. പിന്നെ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ക്രെഡിറ്റ് 6 ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ക്രെഡിറ്റ് 4 ആണ്. പിന്നെ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു വൊക്കേഷണൽ കോഴ്സ് ആണ്. ഓണ്ടർപ്രണർഷിപ്പും ഒരു വൊക്കേഷണൽ കോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ 2 എണ്ണത്തിന് ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. 2 ഫുള്ളി അവൈലബിൾ ആണ്. പിന്നെ ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്ന് പറയുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആണ്. അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. ഫുള്ളി അവൈലബിൾ ആണ് നമ്മുടെ ലേൺ വൈസിൽ. അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതും ഒരു ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആണ്. ഫുള്ളി അവൈലബിൾ ആണ്. ക്രെഡിറ്റ് 6 തന്നെയാണ്. പിന്നെ നമുക്ക് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ്, ഇമോഷണൽ ഇന്റലിജൻസ്, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്, ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. നമ്മുടെ ലോജിസ്റ്റിക് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വൊക്കേഷണൽ കോഴ്സ് ആണ്. അതിന്റെ ക്രെഡിറ്റും 6 ആണ്. ഓക്കെ, പിന്നെ പേപ്പേഴ്സുകളാണ്. അതായത് ഇതിന് നമുക്ക് മെറ്റീരിയൽ സപ്പോർട്ട് മാത്രമേ ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള, അതായത് റെക്കോർഡ് സെഷൻസ് ഒന്നുമില്ല, മെറ്റീരിയൽസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. വൊക്കേഷണൽ കോഴ്സസ് ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ് ആണ് ഒന്ന്, അതിന് ക്രെഡിറ്റ് 4 ആണ്. പിന്നെ നമ്മളെ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ്, ജനറൽ സൈക്കോളജി, അണ്ടർസ്റ്റാൻഡിങ് അംബേദ്കർ, അപ്ലൈഡ് എത്തിക്സ്, ഇത്രയും പേപ്പേഴ്സുകൾക്ക് നമ്മൾ മെറ്റീരിയൽ സപ്പോർട്ട് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെല്ലാം ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. പിന്നെ വരുന്നത് നമ്മുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ട്രാൻസ്ലേഷൻ, ലൈഫ് സ്കിൽസ്, ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ്, അതേപോലെ ലബോറട്ടറി മാനേജ്മെന്റ് സ്കിൽസ്, ടൂറിസം, ആന്ത്രോപോളജി, ഇത്രയും പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നതും 4 ആണ്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത്, അതായത് BFPC എന്ന് പറയുന്ന കോഴ്സ് സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ 4 കമ്പൽസറി കോഴ്സുകളാണുള്ളത്. കമ്പൽസറി കോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, കോർ പേപ്പേഴ്സുകളാണ്. അതായത് സൈക്കോളജി പേപ്പേഴ്സ് പഠിക്കണം നിർബന്ധമുള്ള പേപ്പേഴ്സുകളാണ് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ അബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസുകൾ. പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട് അവിടെ, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. പിന്നെ 2 മൈനർ പേപ്പേഴ്സ്, അതായത് സോഷ്യോളജി പോലുള്ള 2 മൈനർ പേപ്പേഴ്സുകൾ നമ്മൾ അവിടെ പഠിക്കേണ്ടതുണ്ട് സെക്കൻഡ് ഇയറിൽ. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, പിന്നെ തേർഡ് ഇയറും ഫോർത്ത് ഇയറും, അതായത് 4 വർഷത്തെ സൈക്കോളജി പ്രോഗ്രാമിലെ തേർഡ് ഇയറും ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി പുറത്തു വിട്ടിട്ടുള്ള സിലബസ്, അതുകൊണ്ടാണ് കേട്ടോ ഉൾപ്പെടുത്താത്തത്. ഇനി നമുക്ക് നമ്മുടെ ഓരോ പേപ്പറിലും ഉള്ള കണ്ടന്റ്സുകൾ നോക്കാം.
അതായത് നമ്മുടെ ഫസ്റ്റ് പേപ്പറാണ് BPCC 101 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ. അതായത് ഈ പേപ്പർ എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലെ. അത് BA സൈക്കോളജി BAPCH ആയെങ്കിലും BAFPC ആണെങ്കിലും രണ്ട് ആൾക്കാർക്ക് രണ്ട് ഇതിലുള്ള ആൾക്കാർക്ക് എന്താണ് പരിചയമുള്ള ഒരു പേപ്പറാണ് അല്ലെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ. ഈ ഒരു പേപ്പർ എന്ന് പറയുന്ന എല്ലാവർക്കും ഭയങ്കര എന്താണ് നല്ലോണം അറിയുന്ന ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ. നമ്മുടെ ഈ ഒരു പേപ്പറിൽ എന്ന് പറയുന്നത് എത്ര ബ്ലോക്കുകളുണ്ട്? ഈ ഒരു പേപ്പറിൽ നമുക്ക് 5 ബ്ലോക്കുകൾ ഉണ്ട്. ഈ 5 ബ്ലോക്കിൽ എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ബ്ലോക്കാണ്. അതിൽ നമുക്ക് 2 യൂണിറ്റുകളാണ് ഉള്ളത്. ഒറിജിൻ ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു യൂണിറ്റും അതേപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന യൂണിറ്റും. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്നത് പുതിയതായിട്ട് സൈക്കോളജി പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്കാർക്ക് സൈക്കോളജി എന്താന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറാണ് ഇത്. അപ്പോ സൈക്കോളജിന്റെ ഒറിജിൻ എങ്ങനെയാണ്, സൈക്കോളജിന്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണ്, അതിന്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുക. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ അതാണുള്ളത്. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് പെർസെപ്ഷനാ. പെർസെപ്ഷന്റെ മീനിങ് എന്താന്നുള്ളതും എന്താണ് പെർസെപ്ഷണൽ കോൺസ്റ്റിറ്റൻസി എന്തൊക്കെയാണ്, അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്, അതിന്റെ ടൈപ്പുകള്, പെർസെപ്ഷനിൽ വരുന്ന ഇറേഴ്സുകള്, ഇതൊക്കെയാണ് സെക്കൻഡ് യൂണിറ്റിൽ. അപ്പോ ബ്ലോക്ക് 2ൽ എന്താണ് 2 യൂണിറ്റുകളാണ് ഉള്ളത് അല്ലെ. പെർസെപ്ഷൻ എന്ന് പറയുന്ന ബ്ലോക്കിൽ 2 യൂണിറ്റുകളാണ് ഉള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ മൂന്നാമത്തെ ബ്ലോക്കാണ് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് അല്ലെ. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ബ്ലോക്കാണ് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്. അപ്പൊ ഇതിൽ ചെറിയ രീതിയിൽ തിയറീസുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റേഴ്സുകളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലൊരൊറ്റ യൂണിറ്റേ ഉള്ളൂ. പിന്നെ 4ാമത്തെ ബ്ലോക്കാണ് ലേണിംഗ് ആൻഡ് മെമ്മറി. അതിൽ 2 യൂണിറ്റ് ആണുള്ളത്. ലേണിംഗ് എന്താന്നുള്ളതും അതേപോലെ തന്നെ ലേണിംഗിൽ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരന്റ് കണ്ടീഷനിങ്, അതായത് ഓരോ ആൾക്കാരുടെ ബിഹേവിയർ നമുക്ക് ലേൺ ചെയ്തെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ 2ാമത്തെ യൂണിറ്റ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ മെമ്മറിനെ കുറിച്ചിട്ട്, അതായത് നമ്മൾ ഒരു കാര്യം ഓർത്ത് വെക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഷോർട്ട് ടേം മെമ്മറി ഉണ്ടാവും, ലോങ് ടേം മെമ്മറി ഉണ്ടാവും. ഏതൊക്കെ മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മറന്നു പോകുന്നത്, ആ മറന്നു പോകുന്നതിന് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് തടയാൻ പറ്റുന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കും. ഓക്കെ, 5ാമത്തെ പേപ്പറാണ് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ എന്ന് പറയുന്നത് അല്ലെ. ചില ആൾക്കാർക്ക് പഠിക്കണമെങ്കിൽ നല്ല മോട്ടിവേഷൻ വേണം അല്ലെ. ഇപ്പൊ നമ്മൾ ലേൺവൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെന്റർഷിപ്പ് എടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അതായത് പഠിക്കാൻ കുറച്ചിങ്ങനെ മടി കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുക്കാറുണ്ട് അല്ലെ, പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ മോട്ടിവേഷൻ എന്താന്നുള്ള പഠിക്കുന്ന ഒരു പേപ്പറാണ് അല്ലെ. നമ്മളൊരു ഗോളിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കും. പിന്നെ അതിന്റെ കുറച്ച് തിയറീസുകളൊക്കെ. പിന്നെ ഇമോഷൻസ് അല്ലെ. ഓരോ ആൾക്കാർക്ക് എത്ര ഇമോഷൻസ് അറിയാം, ഒരുപാട് ഇമോഷൻസ് കുറിച്ച് പഠിക്കുന്ന പേപ്പറും അതേപോലെ തന്നെ ഇമോഷൻസ് എന്താണെന്നുള്ളതും അത് ഏതൊക്കെ രീതിയിൽ നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു പേപ്പറാണ് എന്ത്, ഇമോഷൻ. അതായത് ഈ യൂണിറ്റ് ഇമോഷൻ. അപ്പോ അങ്ങനെ മൊത്തം 5 ബ്ലോക്കാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ ഉള്ളത്. പിന്നെ എന്താണ്, നമുക്ക് ഇതിനൊരു പ്രാക്ടിക്കൽ ഉണ്ട്, അതായത് ജനറൽ സൈക്കോളജിന്റെ ഒരു പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പൊ നമ്മൾ അറിയില്ലേ, നമ്മൾ ചെറിയ രീതിയിൽ ഇപ്പൊ നമ്മളെ മെമ്മറി ഒക്കെ ഒന്ന് എന്താ പറയാ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ലിസ്റ്റ് ഓഫ് വേർഡ്സ് കൊടുത്തിട്ട് മെമ്മറൈസ് ചെയ്യാനൊക്കെ പറയും. അപ്പൊ ആ മെമ്മറൈസ് ചെയ്യാൻ ആളെടുക്കുന്ന ടൈം എത്രയുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് പ്രാക്ടിക്കൽ ഒക്കെ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേപ്പറാണ് ബയോ സൈക്കോളജി BPCC 102 എന്ന് പറയുന്ന പേപ്പർ. ബയോസൈക്കോളജി എന്ന് വെച്ചാൽ എന്താ, ബയോളജി പ്ലസ് സൈക്കോളജി അല്ലെ. നമ്മളെ ബോഡിയിൽ ഓരോ ആൾക്കാരുടെ ഇമോഷൻസ് എന്താണ് ബ്രെയിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും അല്ലെ. ചില ആൾക്കാർ എന്താണ്, നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ കരയും, അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കും. അപ്പൊ നമ്മളെ ബോഡിയിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ കാണിക്കും അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് പഠിക്കുന്ന പേപ്പറാണ് ബയോസൈക്കോളജി. അപ്പൊ നമ്മളെ ബോഡിയിൽ അങ്ങനെ വ്യത്യാസങ്ങൾ കാണിക്കണമെങ്കിൽ അതിന് ആരാണ് കൺട്രോൾ ചെയ്യുന്ന ആള്, നമ്മുടെ ബ്രെയിൻ അല്ലേ. അപ്പൊ ബ്രെയിൻ ആണ് എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്ന ആള്. അപ്പൊ ബ്രെയിനും നമ്മുടെ സൈക്കോളജിയും തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ട്, ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ എന്താണ് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു പേപ്പറാണ് ബയോ സൈക്കോളജി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ട്, 4 ബ്ലോക്കുകൾ ഉണ്ട്. അതിൽ ബ്ലോക്ക് 1ൽ നമ്മൾ ബയോ സൈക്കോളജിനെ കുറിച്ചിട്ട് പഠിക്കുകയാണ്, ഇൻട്രൊഡക്ഷൻ ആണ് അതിന്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു ബയോ സൈക്കോളജി എന്നാണ് ബ്ലോക്ക് 1ന്റെ പേര്. അപ്പൊ ആ ഒരു ബയോ സൈക്കോളജിനെ കുറിച്ച്, എങ്ങനെയാണ് ആ ബയോ സൈക്കോളജി എമേർജ് ചെയ്ത് വന്നത്, ഈ ഒരു ഫീൽഡ് എങ്ങനെ ഉണ്ടായി, പിന്നെ നമ്മളെ ന്യൂറോൺസിനെ കുറിച്ച്, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സ്, അതായത് നമ്മുടെ കോർഡിനേഷൻ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ, മെസ്സേജ് പാസ് ചെയ്യുന്ന ആൾക്കാരെയാണ് ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ഇവർ പാസ് ചെയ്യുന്നത്, ഇതിന്റെ ഒരു മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. പിന്നെ 2ാമത്തെ ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്ന നെർവസ് സിസ്റ്റം അല്ലെ. നമ്മുടെ ബ്രെയിനിൽ നമുക്ക് നെർവസ് സിസ്റ്റം ഉണ്ട് അല്ലെ. ഓരോ ആൾക്കാർക്കും എല്ലാവർക്കും നെർവസ് സിസ്റ്റം ഉണ്ട്. അപ്പോ
എത്ര ടൈപ്പ് നെർവസ് സിസ്റ്റം ഉണ്ട്, പിന്നെ ഓരോ അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിന്റെ അണ്ടറിൽ ഓരോ സ്ട്രക്ചേഴ്സുകൾ ഉണ്ട്. ഇവർക്കൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഓരോരോ പണികൾ ബ്രെയിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യേണ്ട ആൾ ഇതൊക്കെ ചെയ്ത് ഇത് ചെയ്യുന്നുണ്ടോ, ഇവര് ചെയ്യുമ്പോ എന്തൊക്കെയാ സംഭവിക്കുക എന്നുള്ളതൊക്കെ പഠിക്കുന്ന ഒരു ബ്ലോക്കാണ് എന്ത് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ബ്ലോക്ക്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ബ്രെയിൻ ലാറ്ററലൈസേഷൻ എന്നുള്ളതാണ്. അതായത് അതിൽ ഒറ്റ യൂണിറ്റേ ഉള്ളൂ, ഹെമിസ്ഫിയറിക് സ്പെഷ്യലൈസേഷൻ. അതായത് നമ്മളെ ബ്രെയിനിൽ 2 സ്പിയേഴ്സ് ഉണ്ട്. ഓരോ സ്പിയേഴ്സിനും ഓരോ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ഏതൊക്കെ റീജിയൻസ് ആണ് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഏതൊക്കെ റീജിയൻസ് ആണ് നമ്മുടെ ബിഹേവിയറിനെ ഹാൻഡിൽ ചെയ്യണത്, ഏതൊക്കെ എന്താ പറയാ ഇതിൽ ചില ഹോർമോൺസുകൾ എന്ത് ചെയ്യും നമ്മൾ ബ്രെയിനിന്റെ ചില റീജിയൻസ് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്, മെക്കാനിസം കൂട്ടുന്നുണ്ട്, കുറക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരു ബ്ലോക്കിനെയാണ് നമ്മൾ ബ്രെയിൻ ലാറ്ററലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ബ്ലോക്കാണ് ഗ്ലാൻസ് ആൻഡ് ബിഹേവിയർ. നമ്മളെ ബോഡിയിലുള്ള ഗ്ലാൻസുകൾ, ആ ഗ്ലാൻസുകൾ എങ്ങനെയൊക്കെയാണ് ഒരാളുടെ ബിഹേവിയറിനെ മാറ്റം വരുത്തുന്നത്. ഓരോ ആൾക്കാർക്ക് ഓരോ സ്വഭാവങ്ങളായിരിക്കും അല്ലെ. അപ്പൊ ആ സ്വഭാവങ്ങൾക്കൊക്കെ കാരണം ഓരോരോ ഗ്ലാൻഡുകളാണ്. ഇവർ ഏതൊക്കെ ഹോർമോൺസുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒക്കെയാണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ബയോ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ 2 പേപ്പറും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പേപ്പേഴ്സാണ്, ഭയങ്കര ഈസിയാണ് പഠിക്കാൻ. ഓക്കെ, ഇനി വരുന്ന 3ാമത്തെ പേപ്പറാണ് സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറയുന്ന പേപ്പർ. അപ്പോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 ബ്ലോക്കുകളാണ്. 5 ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് വെച്ചാൽ എന്താ പറയാ, ഓരോ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ എന്താണ് ഡിഫറെന്റ് ആണ് അല്ലെ. ഓരോ ആൾക്കാരുടെ മോട്ടിവേഷൻ ലെവൽ ഡിഫറെന്റ് ആണ്, അവരുടെ ബിഹേവിയേഴ്സ് ഡിഫറെന്റ് ആണ്, അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ ഡിഫറെന്റ് ആണ്. അപ്പൊ അതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു പേപ്പറാണ് സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറയുന്നത്. അപ്പൊ അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് എന്താണ്, പേര്, നമ്മുടെ പേപ്പറിന്റെ പേര് തന്നെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 2 യൂണിറ്റുകളാണുള്ളത്. പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ളതും. അപ്പൊ ആദ്യം എന്താണ് പേഴ്സണാലിറ്റിന്റെ ഡെഫിനേഷൻ എന്താന്നുള്ളതും, പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, അത് എങ്ങനെയൊക്കെയാണ് ഒരാളുടെ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്ന ഡിഫറൻസുകൾ, അതൊക്കെയാണ് ആ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടെക്നിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ MMPI പോലെയുള്ള ടെക്നിക്സും അങ്ങനെ കുറച്ച് രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്താണ് പഠിക്കുന്നുണ്ട് അതിൽ. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പേഴ്സണാലിറ്റിനെ അസസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് 2 നമ്മൾ പഠിക്കുന്നത്. പിന്നെ 2ാമത്തെ ബ്ലോക്കാണ് ഇന്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്താണ് 4 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. അതിൽ 3ാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇന്റലിജൻസ് എന്താന്നുള്ളതും അതിന്റെ കൺസെപ്റ്റിനെ കുറിച്ചിട്ടും, അതേപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്താന്നുള്ളതാണ് പഠിക്കുന്നത്. പിന്നെ ഇന്റലിജൻസിന്റെ തിയറീസുകൾ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. അതായത് യൂണിറ്റ് 4. യൂണിറ്റ് 5 ഇന്റലിജൻസിനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് അസസ് ചെയ്യാൻ പറ്റുക, എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും, ഏതൊക്കെയാണ് നമ്മൾ അതിന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 5 പഠിക്കുക. യൂണിറ്റ് 6 നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് കൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് എന്നാണ് അതിന്റെ പേര്. അതായത് ഓരോ ആൾക്കാർക്ക് ഓരോ ആപ്റ്റിറ്റ്യൂഡുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് അത് എന്താണെന്നുള്ള ആപ്റ്റിറ്റ്യൂഡ് എന്താന്നുള്ളതും, അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക, ഏതൊക്കെ രീതിയിലാണ് മെഷർ ചെയ്യാൻ പറ്റുക, അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെയാണ് ആ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. പിന്നെ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഇന്ത്യൻ തോട്ട്സ് ഇൻ സൈക്കോളജി. അതില് അതായത് നമ്മൾ അറിയില്ലേ, നമ്മളെ ഇന്ത്യക്കാർക്കുള്ള തോട്ടുകൾ എന്തൊക്കെയാന്നുള്ളതാണ് ആ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. അപ്പോ ഇന്ത്യൻ തോട്ട്സുകളും അതേപോലെ ഇന്ത്യൻ കൾച്ചറും വെസ്റ്റേൺ കൾച്ചേഴ്സും ഭയങ്കര ഡിഫറെന്റ് ആണ് അല്ലെ. നമ്മുടെ ഈ ഒരു നാട്ടിലുള്ള കൾച്ചർ അല്ല നമ്മുടെ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ളത്. അപ്പൊ അവര് തമ്മിലുള്ള ഡിഫറൻസുകളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 7, ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റ് 8 എന്ന് പറയുന്നത് എന്താണ്, കൺസെപ്റ്റ് ഓഫ് സെൽഫ് ഇൻ ഇന്ത്യൻ തോട്ട്. അതായത് നമ്മൾ ഇന്ത്യൻ തോട്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. സെൽഫ്, അവരെ കുറിച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ, ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഓരോ കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ഇതിൽ പഠിക്കുന്നത്. 4ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ്. അതായത് യൂണിറ്റ് 9 എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷനെ കുറിച്ചിട്ട് പഠിക്കാം. നമ്മൾ മോട്ടിവേഷൻ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ പറഞ്ഞു അല്ലെ. ഇവിടെ നമ്മൾ ഒന്നും കൂടെ കൂടുതൽ പഠിക്കുന്നുണ്ട്. ഒന്നും കൂടെ നമ്മൾ അതിന്റെ തിയറീസുകളും കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ എന്താണ് ഈ ഒരു പേപ്പറിൽ പഠിക്കും. പിന്നെ ക്രിയേറ്റിവിറ്റിനെ കുറിച്ചിട്ട് പഠിക്കും. അതായത് ഒരാൾ അതിന്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കും. യൂണിറ്റ് 10 ക്രിയേറ്റിവിറ്റി ആണ്. പിന്നെ ബ്ലോക്ക് 5 ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ പ്രാക്ടിക്കൽസ് ആണ്. എങ്ങനെയാണ് പ്രാക്ടിക്കൽ ചെയ്യേണ്ടത്, അതിന് നമ്മൾ സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ പ്രാക്ടിക്കൽസിന് 2 ക്രെഡിറ്റ് ആണുള്ളത്. അപ്പൊ അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക ബ്ലോക്ക് 5 പറയുന്നത്. ഇനി നമ്മുടെ 4ാമത്തെ കോർ പേപ്പർ ആണ്
BPCC 104 എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് 1. അതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് 5 യൂണിറ്റുകൾ. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇതുവരെ സ്റ്റാറ്റി പഠിക്കാത്ത ഒരാൾക്കാർക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന യൂണിറ്റിലുണ്ട്. സ്റ്റാറ്റിന്റെ മീനിങ് എന്താന്നുള്ളതും നമുക്ക് സ്റ്റാറ്റി എന്തിനാണ് റിസർച്ചിൽ യൂസ് ചെയ്യുന്നതെന്നുള്ളതും അതിന്റെ ലിമിറ്റേഷൻസ്, അത് എങ്ങനെ മെഷർ ചെയ്യാം, ഏതൊക്കെ സ്കെയിൽസ് യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യേണ്ടത്. പിന്നെ സ്റ്റാറ്റി 2 ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് 2 ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, ഇൻഫറൻഷ്യൽ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ്. അതായത് നമ്മൾ ഡാറ്റാസ് ടാബിൾ രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യും. അതാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടൊക്കെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതും, അതായത് ഇതുവരെ സ്റ്റാറ്റി പഠിക്കാത്ത ഒരാൾക്കാർക്ക് ഇതൊക്കെ പുതിയൊരു ടേം ആയിരിക്കും. അപ്പൊ വെച്ചാല് ഇതിൽ നമ്മൾ എന്താണ് ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഇപ്പൊ പറയില്ലേ, ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു 10 ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് എടുക്കുമല്ലോ. അപ്പൊ അതിന് നമ്മൾ എന്താ പറയാ, പ്രോബബിലിറ്റി എന്നൊക്കെയാ പറയാ. അതായത് ചാൻസസ് ഓഫ് ഒക്കോറൻസ് ഒക്കെ നോക്കി എടുക്കുന്നതിന് പ്രോബബിലിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം തന്നെ വരുമ്പോൾ അതിന് ഫ്രീക്വൻസി എന്നൊക്കെയാ പറയാം. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയബിലിറ്റി. ഇതില് നമ്മൾ മെഷേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതായത് നമ്മളൊരു ഡാറ്റന്റെ സെൻട്രൽ ടെൻഡൻസി എന്താന്നുള്ളതും അതിനെ മെഷർ ചെയ്യുന്ന പല രീതികളായിരിക്കും. മീൻ, മീഡിയം, മോഡ് എന്നൊക്കെ പറയുന്ന 3 രീതികൾ യൂസ് ചെയ്തിട്ടാണ്. അതായത് മീൻ, മീഡിയം, മോഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ട് +2 ലെവലിലൊക്കെ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. അതായത് +1 +2 ആ ഒരു രീതി ലെവലിൽ പഠിച്ച കാര്യങ്ങളാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മീൻ, മീഡിയം, മോഡ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, ലിമിറ്റേഷൻസ്, അഡ്വാൻറ്റേജസ്, പിന്നെ അത് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് ഗ്രൂപ്പ് ഡാറ്റയും അൺഗ്രൂപ്പ് ഡാറ്റയും ഉണ്ടാവും അല്ലെ. നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ച ഡാറ്റയും ഉണ്ടാവും, ഗ്രൂപ്പ് ചെയ്യാത്ത ഡാറ്റയും ഉണ്ടാവും. അതിനെയാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയാം. അപ്പൊ ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ആ ഒരു ഇതിൽ പഠിക്കുന്നത്. പിന്നെ 4ാമത്തെ യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി. അതായത് നമ്മളറിയില്ലേ, ഒരു ഡാറ്റയിൽ ഉണ്ടാകുന്ന വേരിയബിലിറ്റിനെ എങ്ങനെ മെഷർ, അതിലുണ്ടാവുന്ന ആ ഒരു മെഷർ എങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ വേരിയബിലിറ്റിന്റെ മെഷേഴ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. പിന്നെ 5ാമത്തെ യൂണിറ്റ് ആണ് കമ്പ്യൂട്ടേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി. നമുക്ക് ഈ ഒരു മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റിനെ പല രീതിയിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. റേഞ്ച് ആയിട്ടും, ക്വാർട്ടൈൽ ആയിട്ടും, ആവറേജ് ഡീവിയേഷൻ ആയിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ടൊക്കെ. ഇതൊക്കെ നമ്മുടെ സെഷനിൽ കറക്റ്റ് നല്ല രീതിയിൽ പഠിക്കും. ഓക്കെ, ഇനി ബ്ലോക്ക് 3 എന്ന് പറയുന്നത് കോറിലേഷൻ ആണ്. കോറിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റിലേഷൻഷിപ്പിനെയാണ് കോറിലേഷൻ എന്ന് പറയാ. അപ്പോ അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ് യൂണിറ്റ് 6 പറയുന്നത്. എന്താണ് അതിന്റെ കൺസെപ്റ്റ്, ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡ്, പ്രോപ്പർട്ടീസ്, അതിന്റെ യൂസസുകൾ, ലിമിറ്റേഷൻസ്, വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ റിലേഷൻഷിപ്പ് കണ്ടെത്താൻ അല്ലെങ്കിൽ കോറിലേഷൻ കണ്ടെത്താൻ എന്നുള്ളതാണ് യൂണിറ്റ് 6 നോക്കുന്നത്. യൂണിറ്റ് 7 നമ്മുടെ കമ്പ്യൂട്ടേഷൻ, അതായത് ഈ കോറിലേഷന്റെ ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്. അപ്പൊ അത് എത്ര ടൈപ്പ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉണ്ട്, ഏത് ഡാറ്റയ്ക്ക് എങ്ങനത്തെ കോറിലേഷൻ കോഎഫിഷ്യന്റ് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ ബ്ലോക്ക് 3 യൂണിറ്റ് 7 പഠിക്കും. ഇനി നമ്മുടെ സ്റ്റാറ്റിയിലെ 4ാമത്തെ ബ്ലോക്കാണ് നോമിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതായത് യൂണിറ്റ് 8 എന്ന് പറയുന്നത് എന്താണ്? നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി എന്താന്നുള്ളതും, അത് പ്രോബബിലിറ്റി എന്താണ്? ചാൻസ് ഓഫ് ഒക്കോറൻസിനെയാണല്ലേ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയാ. ഒരു കാര്യം നടക്കാനുള്ള ചാൻസുകൾ, നടക്കാനും നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്ന പോലെ നടക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ നടക്കാതിരിക്കാനുള്ള ചാൻസ്. ഓക്കെ, അപ്പൊ അതിന്റെ കൺസെപ്റ്റ് എന്താന്നുള്ളതും, അതിന്റെ നാച്ചർ, പ്രോപ്പർട്ടീസുകൾ, പിന്നെ നമ്മൾ ഈ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ കുറച്ച് ടൈപ്സ് പോലെ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് സ്കോർസ്, ഡൈവേജൻസ് ഫ്രം നോർമാലിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ അതൊക്കെ ഈ യൂണിറ്റ് 8 ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ 4 ബ്ലോക്കുകളാണ് സ്റ്റാറ്റിയിലുള്ളത്. പിന്നെ നമ്മള് BFPCയിലെ ഒരു പേപ്പറാണ് സോഷ്യൽ സൈക്കോളജി. അവിടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി ആണുള്ളത്. അപ്പൊ അവിടെ നമുക്ക് പഠിക്കാനുള്ളത് 5 ബ്ലോക്കുകൾ തന്നെയാണുള്ളത്. അതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ബ്ലോക്കിൽ 2 യൂണിറ്റ് ഉള്ളത്. സോഷ്യൽ സൈക്കോളജിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതും പിന്നെ അതിന്റെ തിയറീസുകളാണ് പഠിക്കാനുള്ളത്. 2ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റാ. അതായത് നമ്മൾ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എങ്ങനെയാണെന്നുള്ളതാണ് അതിൽ പഠിക്കുന്നത്. അതിലും 2 യൂണിറ്റ് ആണുള്ളത്. സെൽഫ് ആൻഡ് അതിന്റെ പ്രോസസ്സുകൾ, നമ്മളും നമ്മുടെ ആ ഒരു പ്രോസസ്സുകളും എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളതും. അതായത് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഒരു സോഷ്യൽ ഡൈനാമിക്കിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അഥവാ അങ്ങനെ ബിഹേവ് ചെയ്യാനെങ്കിൽ അതിനെ അഫക്ട് ചെയ്യുന്ന എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഇനി ബ്ലോക്ക് 3 സോഷ്യൽ കോഗ്നിഷൻ ആണുള്ളത്. അതായത്
ഇതിൽ യൂണിറ്റ് 5 എന്ന് പറയുന്നത് സോഷ്യൽ കോഗ്നിഷൻ, അതായത് നമ്മുടെ ഒരാളുടെ സോഷ്യൽ ബിഹേവിയറിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. യൂണിറ്റ് 6 ഒന്നും കൂടെ നമ്മൾ ഇലാബറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് സോഷ്യൽ ബിഹേവിയർ 2 എന്ന് പറയുന്നത്, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ബിഹേവിയർ 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 7 എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്, ഒരാളുടെ ആറ്റിറ്റ്യൂഡുകൾ എങ്ങനെയായിരിക്കും, അതെങ്ങനെയാ ചേഞ്ച് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ആ ഒരു യൂണിറ്റിലുള്ളത്. ഇനി ബ്ലോക്ക് 4 സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് പഠിക്കുന്നത്. അതായത് ഇതിൽ 3 യൂണിറ്റ് ആണുള്ളത്. യൂണിറ്റ് 8 എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് അല്ലെ. പല ആൾക്കാർ പല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. ഇനിയിപ്പോ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും അതല്ല നമ്മളെ വേറെ വല്ല കാര്യത്തിലാണെങ്കിലൊക്കെ പല രീതിയിൽ നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവും അല്ലെ. പിന്നെ യൂണിറ്റ് 9 എന്ന് പറയുന്നത് അഗ്രഷൻ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. എങ്ങനെയാണ് ഒരാൾ ഇപ്പൊ നമ്മൾ പൊതുവേ കേൾക്കുന്നതാണ് അല്ലെ. ഇപ്പൊ ചില ഫിലിം കണ്ടിട്ടാണ് ചില ആൾക്കാർ ഇങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായതെന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ്, എങ്ങനെയൊക്കെയാണ് ആ ഒരു അഗ്രഷൻ, ആ സോഷ്യൽ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആ ഒരു യൂണിറ്റിൽ പറയുന്നത്. യൂണിറ്റ് 10 എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് പ്രോ സോഷ്യൽ ബിഹേവിയർ. അതായത് ഒരു ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്താന്നുള്ളതും പിന്നെ അവിടെ ഉണ്ടാവുന്ന ഒരു സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാ, ഒരു പ്രോ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതുമാണ് ആ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. പിന്നെ 5ാമത്തെ ബ്ലോക്ക് ആണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. നമ്മുടെ ഗ്രൂപ്പ് പ്രോസസ്സിനെ കുറിച്ചിട്ടും ലീഡർഷിപ്പ്, അതേപോലെ ലീഡർ എന്താന്നുള്ളതും അതൊക്കെയാണ് ആ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ്, BEABE എന്ന് പറയുന്ന പേപ്പർ, 181 എന്ന് പറയുന്ന പേപ്പർ എൻവയോൺമെന്റൽ സ്റ്റഡീസ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് 4 ബ്ലോക്കാണ് ഉള്ളത് കേട്ടോ. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റ് സ്റ്റഡീസ്. എൻവയോൺമെന്റും അതേപോലെ എൻവയോൺമെന്റ് സ്റ്റഡീസിനും ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുന്നത്. 2ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഏതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് ആണ് എന്നുള്ളതാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. 3ാമത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ, എൻവയോൺമെന്റൽ ഇഷ്യൂസുകൾ, അതിന്റെ കൺസേൺസുകളൊക്കെയാണ് അതിൽ പഠിക്കുന്നത്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റ് നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അതിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസീസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കാം എന്നുള്ളതൊക്കെയാണ് കേട്ടോ ആ ഒരു പേപ്പറിലുള്ളത്. പിന്നെ ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസിനെ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ബ്ലോക്ക് 1 എന്താണ്, 3 യൂണിറ്റുകളാണുള്ളത്. നമ്മുടെ എൻവയോൺമെന്റ് എന്താന്നുള്ളതും നമ്മുടെ എക്കോസിസ്റ്റം എന്താന്നുള്ളതാണ് യൂണിറ്റ് 2. യൂണിറ്റ് 3 എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ഏതൊക്കെയാണ്, മേജർ എക്കോസിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് ആണെന്ന് പറഞ്ഞു. അതിൽ 4 യൂണിറ്റ് ആണുള്ളത്. യൂണിറ്റ് 4 എന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസുകൾ, നമ്മുടെ ലാൻഡും വാട്ടർ റിസോഴ്സുകളും. 5ാമത്തെ യൂണിറ്റ് ആണ് ഫോറസ്റ്റ് റിസോഴ്സ്. 6ാമത്തെ യൂണിറ്റ് ബയോഡൈവേഴ്സിറ്റി, വാല്യൂസ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത്. 7ാമത്തെ യൂണിറ്റ് എനർജി റിസോഴ്സസുകളാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ബ്ലോക്ക് 3 4 യൂണിറ്റുകൾ തന്നെയാണ്. യൂണിറ്റ് 8 ബയോഡൈവേഴ്സിറ്റി, അതിന് വരുന്ന ത്രെട്ടുകൾ എങ്ങനെ നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റും, അതായത് ബയോഡൈവേഴ്സിറ്റി ത്രെഡ്സ് ആൻഡ് കൺസർവേഷൻ. യൂണിറ്റ് 9 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്, അതായത് നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന പൊല്യൂഷൻസ് എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് ആ ഒരു ഹസാർഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. യൂണിറ്റ് 10 എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. യൂണിറ്റ് 11 ഗ്ലോബൽ എൻവയോൺമെന്റ് ഇഷ്യൂസ് ആണ്. പിന്നെ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. അതിൽ 3 യൂണിറ്റുകളാണ് ഉള്ളത്. എൻവയോൺമെന്റ് ലെജിസ്ലേഷന്. യൂണിറ്റ് 30 എന്ന് പറയുന്നത് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ്. യൂണിറ്റ് 40 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എത്തിക്സ്, അതായത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് എത്തിക്സുകൾ എന്തൊക്കെയാന്നുള്ളതും നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോളിസീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ ആ ഒരു ബ്ലോക്കിലുള്ളത്. ഇനി നമ്മുടെ BFPCയുടെ അടുത്ത പേപ്പറാണ് BEDSV 101 എന്ന് പറയുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷനിൽ നമുക്ക് 5 ബ്ലോക്കാണ് ഉള്ളത്. ബ്ലോക്ക് 1 കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഫൗണ്ടേഷൻ. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. ബ്ലോക്ക് 5 എന്ന് പറയുന്നത് സോഷ്യൽ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് ഇതിന് ഒന്നും കൂടെ എത്ര യൂണിറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നോക്കാം. ബ്ലോക്ക് 1 4 യൂണിറ്റ് ഉള്ളത്. അതായത് സോഷ്യൽ മെലൈസ് ആൻഡ് ദ നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. നമ്മൾ വാല്യൂ എഡ്യൂക്കേഷന്റെ ആവശ്യം എന്താന്നുള്ളതൊക്കെയാണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. 2ാമത്തെ യൂണിറ്റില് മൊറാലിറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും മോറൽ എഡ്യൂക്കേഷനും അല്ലെ. നമ്മൾ അതായത് നമുക്ക് മോറൽ എഡ്യൂക്കേഷൻ വേണം അല്ലെ. നമുക്ക് ഒരു സമൂഹത്തിൽ നിൽക്കണമെങ്കിൽ എന്താണ്, നമുക്ക് വാല്യൂ എഡ്യൂക്കേഷൻസ്, മോറൽ എഡ്യൂക്കേഷൻസ് വേണം. അപ്പോൾ അതിന്റെ കൺസെപ്റ്റ് എന്താന്നുള്ളതും അത് എന്താന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ആ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് നമ്മളെ മൊറാലിറ്റിന്റെ ഡയമെൻഷൻസ് ആണ് പഠിക്കുന്നത്, ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി. യൂണിറ്റ് 4 എന്ന് പറയുന്നത് നമ്മളെ ഡെമോക്രസിന്റെ പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, അതായത് നമ്മൾ ഭയങ്കര പീസ് ആൻഡ് ഹാർമണി ആയിട്ട് ജീവിക്കണമെങ്കിൽ എന്താണ്, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അത്. പിന്നെ 2ാമത്തെ ബ്ലോക്കിൽ എന്ന് പറയുന്നത് 4 യൂണിറ്റുകൾ തന്നെയാണ് ഉള്ളത്.
യൂണിറ്റ് 1 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, അതായത് ഇന്ത്യന്റെ കൾച്ചറുകൾ, നമ്മുടെ ഹ്യൂമന്റെ വാല്യൂസുകൾ, അതൊക്കെയാണ്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് വാല്യൂസ് എൻറിച്ച്ഡ് ഇൻ ഇന്ത്യൻ ഫിലോസഫി, നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിലുള്ള എൻറിച്ച് ആയിട്ട് വന്ന വാല്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് നമ്മള് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന കൾച്ചറൽ പ്ലൂറലിസം ആണ്, അതായത് കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി. 4ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ വാല്യൂസ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. പിന്നെ നമ്മുടെ 3ാമത്തെ ബ്ലോക്കിലും 4 യൂണിറ്റുകൾ ഉണ്ട്. 3ാമത്തെ ബ്ലോക്കിന്റെ പേര് എന്താണ്? തിയററ്റിക്കൽ ഫൗണ്ടേഷൻ എന്നാണ് പേര്. യൂണിറ്റ് 1 തിയറീസ് ഓഫ് ഗുഡ്നെസ് ഉണ്ട്. യൂണിറ്റ് 2 തിയറീസ് ഓഫ് കണ്ടക്ട് ഉണ്ട്. യൂണിറ്റ് 3 റീസൺ ആൻഡ് ഇമോഷൻ ഇൻ ഹ്യൂമൻ കണ്ടക്റ്റുകൾ. യൂണിറ്റ് 4 എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി, ക്യാരക്ടറും പേഴ്സണാലിറ്റി. ഇനി 4ാമത്തെ യൂണിറ്റ് ആണ് സോഷ്യൽ ഡൈനാമിക് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. അതിലും 4 യൂണിറ്റുകളാണ് ഉള്ളത്. 1ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ എന്താന്നുള്ളതും. 2ാമത്തെ യൂണിറ്റ് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. 3ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് കോൺഫ്ലിക്ട് ആൻഡ് റിസൊല്യൂഷൻ. 4ാമത്തെ യൂണിറ്റ് തന്നെ പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്. ഇനി നമ്മുടെ വാല്യൂ എഡ്യൂക്കേഷന്റെ 5ാമത്തെ ബ്ലോക്ക് ആണ് സോഷ്യൽ ലിങ്കേജ് എന്ന് പറയുന്നത്. ഇതിലും 4 യൂണിറ്റുകളാണുള്ളത്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി ആൻഡ് നൈബർഹുഡ്. യൂണിറ്റ് 2 എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആൻഡ് പിയർ ആണ്. യൂണിറ്റ് 3 എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് പാരന്റ്സ്. യൂണിറ്റ് 4 എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ്. ഇനി നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റിനെ കുറിച്ചിട്ട് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു മെന്ററാണ് നെസ്രി മാം. അല്ലെ, നെസ്രി മാമിനെ നമുക്ക് ക്ഷണിക്കാം. സിലബസിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നെസ്ല മാം പറഞ്ഞു തന്നു. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാം കംപ്ലീഷന്റെ റിക്വയർമെന്റ്സ് ആണ്. നമുക്ക് നമ്മുടെ സൈക്കോളജി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 വർഷത്തെ ആയാലും 3 വർഷത്തെ ആയാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുള്ളൂ. നമുക്ക് നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ളത് അസൈൻമെന്റ് വർക്ക് ഉണ്ട്. സോ ടേം ആൻഡ് എക്സാമിനേഷൻസ് ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. സോ പ്രാക്ടിക്കലിന്റെ അറ്റൻഡൻസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ ഇതിനൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ കമ്പോണൻസ് ഉണ്ട്, പ്രാക്ടിക്കൽ കമ്പോണൻസ് ഉണ്ട്. നമ്മുടെ 3 വർഷത്തെ കോഴ്സിനാണെങ്കിൽ പ്രാക്ടിക്കൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിലും ഇൻഡിവിജ്വൽ ഡിഫറൻസിലും ആണ്. നിങ്ങൾക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും. ഇനി 4 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ അവർക്ക് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ മാത്രമാണ് എന്ത് വരുന്നത്? പ്രാക്ടിക്കൽ വരുന്നത്. ഓക്കെ, തിയററ്റിക്കൽ കമ്പോണൻസിൽ നമ്മുടെ തിയറി പാർട്ട്, അതായത് നമ്മുടെ SLM, നമുക്ക് യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ അസൈൻമെന്റ് വർക്കും, അതാണ് തിയററ്റിക്കൽ കമ്പോണന്റിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ദിവസത്തിന്റെ ഡ്യൂ ഡേറ്റിന്റെ മുന്നേ ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു മാർച്ചിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് വെക്കണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഫോണിൽ തന്നെ ഒന്ന് PDF ആക്കി വെക്കുക. എന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവിടുന്ന് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് വാങ്ങണം. അക്നോളജ്മെന്റ് സ്ലിപ്പ് നമ്മൾ എന്തിനാ വാങ്ങുന്നത്? നമ്മുടെ അവിടെ കൊടുത്തു എന്നുള്ള ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് വാങ്ങണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അസൈൻമെന്റിനെ കുറിച്ച് പറയാനുള്ളത്. അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റിട്ടൺ ആണ്. നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും, ഇപ്പോൾ നമുക്ക് കേരളത്തിലാണെങ്കിൽ വടകര സെന്റർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ട്രിവാൻഡ്രത്തും കൊച്ചിയാണ് സെന്റർ വരുന്നത്. ഈ 3 സെന്റേഴ്സിലും ഡിഫറെന്റ് റൂൾസ് ആണ്. സോ അതൊക്കെ നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ LSCs നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. സോ ഓരോ കാര്യത്തിനും റൂൾസ് അനുസരിച്ചിട്ട് ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ നിങ്ങൾ അസൈൻമെന്റ് എഴുതുക. അസൈൻമെന്റ് എഴുതിയിട്ട് ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിട്ട്, അതായത് മാർച്ച് 30-ന് മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഒന്നെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് PDF ആക്കിയിട്ട് കയ്യിൽ സൂക്ഷിക്കുക. ഇൻ കേസ് എന്തെങ്കിലും യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് നിങ്ങളുടെ അസൈൻമെന്റ് മിസ്സായി പോവാണെങ്കിൽ അവർ പ്രിന്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാൻ പറയുന്നത്. സോ പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ അസൈൻമെന്റ് കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് നമ്മൾ വാങ്ങും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന കാര്യം പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കലിന് നമുക്ക് 100% അറ്റൻഡൻസ് വേണം. അതിന്റെ ക്ലാസ്സസ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട്, അതായത് ജൂണിലാവും നിങ്ങൾക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ വരിക. അത് കഴിഞ്ഞിട്ടാവും നിങ്ങൾക്ക് പ്രാക്ടിക്കലിന്റെ ക്ലാസ്സസ് യൂണിവേഴ്സിറ്റീസ് തരാം. ഓരോ യൂണിവേഴ്സിറ്റീസും പല രീതിയിലാണ് തരാം. ചില യൂണിവേഴ്സിറ്റീസ് എന്താണ് തരുന്നത്? ചില സെന്റേഴ്സ്, യൂണിവേഴ്സിറ്റി നമുക്ക് ഇഗ്നോ തന്നെയാണ്, ചില സെന്റേഴ്സ് നമുക്ക് 3 വർഷത്തെ പ്രാക്ടിക്കലും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറയും. ചിലർ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു പോകുന്ന സെന്റേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് അവർ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവർ മെയിൽ ത്രൂ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതനുസരിച്ചിട്ട് നിങ്ങൾ ആ ക്ലാസ്സസ് പോയി അറ്റൻഡ് ചെയ്യണം. അതിന് അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്.
സോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രാക്ടിക്കൽ റെക്കോർഡ് ഉണ്ടാകും. സോ ആ റെക്കോർഡ് നമ്മൾ എഴുതണം. അത് കഴിഞ്ഞിട്ടാവും അതിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. സോ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും. ഫസ്റ്റ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നു. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുക, നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ. ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ എക്സാം നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ അസൈൻമെന്റ് പാസ് ആവണം. അസൈൻമെന്റ് പാസ് ആവാൻ നമുക്ക് 35% മാർക്ക് വേണം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ആ അസൈൻമെന്റ് ഫെയിലായി, നിങ്ങൾക്ക് സെഷൻ ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് മാർച്ചിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു സൈക്കിളിന്റെ കൂടെ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം. ആ ഒരു ബാച്ചിന്റെ അസൈൻമെന്റ് എഴുതണം. നിങ്ങൾ ആദ്യത്തെ ബാച്ചിന്റെ അതേ അസൈൻമെന്റ് എഴുതാൻ പറ്റൂല. പുതിയൊരു ബാച്ചിന്റെ അസൈൻമെന്റ് എഴുതിയിട്ട് നിങ്ങൾ റീസബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൽ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇനി എക്സാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു, നമ്മൾ അതിൽ പാസ്സായി, 35%-ലേറെ മാർക്ക് നമുക്ക് കിട്ടി, നമ്മൾ അതിൽ പാസ്സായി. നമ്മൾ ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ പോവാണ്. ടേം ആൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് വരുന്നത് ജൂണിലാണ്. ജൂണിൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെമസ്റ്റർ കോഴ്സസിനൊക്കെ ആണെങ്കിൽ അത് ജൂണിലും സെപ്റ്റംബറിലും ആയിട്ട് വരും. നമ്മളത് ഇയർലി കോഴ്സ് ആണ്. സോ നമുക്ക് ജൂണിലാണ് എക്സാം വരുന്നത്. അതിന് 35%-ലേറെ മാർക്ക് വേണം നമുക്ക് പാസ്സാവാൻ. അതിൽ കുറവ് മാർക്കാണ് നമ്മൾ ഫെയിൽ ആവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെഷനിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു സൈക്കിളിൽ നമുക്ക് എക്സാം എഴുതാം. അതായത് ഡിസംബറിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. പിന്നെ പ്രാക്ടിക്കൽ, അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രാക്ടിക്കൽ വരുന്നത്. പ്രാക്ടിക്കലിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരും. അത് കഴിഞ്ഞ് അതിന്റെ റെക്കോർഡ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്സാം അവർ കണ്ടക്ട് ചെയ്യും. അതിനൊരു വൈവേ ഉണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷമാവും നമ്മുടെ ഫൈനൽ റിസൾട്ട് വരിക. ഇതൊക്കെ കഴിഞ്ഞാലാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇതാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അറ്റൻഡൻസ് എന്ന് പറയുന്നത് നമുക്ക് വേറെ അറ്റൻഡൻസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഡെയിലി പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ റെഗുലർ ക്ലാസ്സസ് ഒന്നും അല്ലല്ലോ. സോ നമ്മുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രാക്ടിക്കലിന്റെ അറ്റൻഡൻസ് ആണ്. സോ പ്രാക്ടിക്കലിന്റെ ക്ലാസ് നമ്മൾ സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും പോയി അറ്റൻഡ് ചെയ്യണം. ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾ സെന്ററായിട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഡിസിഷൻ എടുക്കുക കേട്ടോ. പിന്നെ വരുന്നത് അസൈൻമെന്റ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. നമുക്ക് അസൈൻമെന്റ് എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിനും ഓരോ അസൈൻമെന്റ് ഉണ്ടാകും. നമുക്ക് 8 സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. 4 വർഷത്തെ കോഴ്സ് ആയാലും 3 വർഷത്തെ കോഴ്സ് ആയാലും നമുക്ക് 8 സബ്ജക്റ്റ് വരുന്നുണ്ട്. സോ 8 സബ്ജക്റ്റിനും ഓരോ അസൈൻമെന്റ് വെച്ചിട്ട് 8 അസൈൻമെന്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടാകും. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് മാർച്ചിലാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് ഒക്കെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യന്റെ ഒരു രീതി എന്ന് പറയുന്നത് 100 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതേപോലെ ഷോർട്ട് എസ്സേസും ഉണ്ടാവും. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആവും നമ്മുടെ അസൈൻമെന്റിന് ഉണ്ടാവുക. പ്യുവർലി ഹാൻഡ് റിട്ടൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ടേം ആൻഡ് എക്സാമിനേഷന് നമുക്ക് ജൂണിലാണ് എക്സാം നടക്കുന്നത്. സോ എക്സാം നടക്കുന്നതിന്റെ മുന്നേ ആയിട്ട് ഒരു മാർച്ചൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ആ സമയത്ത് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫീ ഒക്കെ അടച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദ്യം എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ച സെന്റർ തന്നെ. ഇപ്പൊ നമുക്ക് നമ്മുടെ എക്സാം എഴുതാനും നമുക്ക് നമ്മുടെ സ്റ്റഡി സെന്ററിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോകണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സെന്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടും എക്സാം അറ്റൻഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ആദ്യം കയറി രജിസ്റ്റർ ചെയ്യണം. സോ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ LSEs നിങ്ങൾ അറിയിക്കും കേട്ടോ. സോ ടേം ആൻഡ് എക്സാമിനേഷനും നമുക്ക് 35%-ലേറെ മാർക്ക് വേണം. ഇൻ കേസ് നിങ്ങൾ അതിൽ ഫെയിൽ ആവുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ, അതായത് ഡിസംബറിൽ നടക്കുന്ന എക്സാമിനേഷനിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് 6 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. 3 വർഷത്തെ ഡിഗ്രിക്കാർക്ക് 6 വർഷം കൊണ്ടും 4 വർഷത്തെ ഡിഗ്രിക്കാർക്ക് 8 വർഷം കൊണ്ടും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി നമ്മുടെ ഫൈനൽ റിസൾട്ട്, നമുക്ക് അസൈൻമെന്റിന്റെ റിസൾട്ടും ഉണ്ട്, അതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷന്റെ റിസൾട്ടും കമ്പൈൻ ചെയ്തിട്ടാണ് എക്സാമിനേഷൻ റിസൾട്ട് വരിക. അസൈൻമെന്റിന്റെ റിസൾട്ടിന്റെ 30% മാർക്കും ടേം ആൻഡ് എക്സാമിനേഷനിൽ നിങ്ങൾ എഴുതിയ ആൻസേഴ്സിന്റെ 70% മാർക്കും കൂടി എടുത്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മുടെ പ്രോഗ്രാം സ്ട്രക്ചർ എങ്ങനെയാണ്, എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഒരാൾ ചോദിച്ചിട്ടുണ്ട് കോർ സബ്ജക്ട്സും ഇലക്ടീവ്സും തമ്മിൽ എന്താ ഡിഫറൻസ് എന്നുള്ളത്. കോർ സബ്ജക്റ്റും ഇലക്ടീവ്സും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, കോർ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കോളജി പേപ്പേഴ്സ് ആണ്. ഇലക്ടീവ്സ് എല്ലാവർക്കുള്ള ജനറൽ പേപ്പേഴ്സ് ആണ്. നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഉള്ള പേപ്പേഴ്സ് ആണ്. എല്ലാ ഇലക്ടീവ്സ് ആയാലും കോർ സബ്ജക്റ്റ് ആയാലും എന്തായാലും നമ്മൾ എക്സാമിന് എഴുതും വേണം, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യും വേണം കേട്ടോ. സോ ഇനി അസൈൻമെന്റ് പാസ് മാർക്ക് അല്ലേ 35? ഓക്കെ, അതെ, നമ്മുടെ അസൈൻമെന്റിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 35% അതേപോലെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ പാസ് മാർക്കും 35% തന്നെയാണ്. 100ൽ 35 മാർക്ക് വേണം നിങ്ങൾക്ക് പാസ് ആവണമെന്നുണ്ടെങ്കിൽ. അതിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ഒന്നും കൂടി അത് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എക്സാം ആണെങ്കിൽ അതൊന്നും കൂടി പോയി അറ്റൻഡ് ചെയ്യാം. 2നും 35% തന്നെയാണ് കേട്ടോ പാസ് പെർസെന്റേജ് വരുന്നത്. ഇനി നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയാണ് മാപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. നമുക്ക് നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് ലേൺവൈസിന്റെ ആപ്പിൽ റെക്കോർഡഡ് സെഷൻസ് ആയിട്ടാണ് ഉള്ളത്. ആ ഓരോ റെക്കോർഡഡ് സെഷൻസിനും നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ SLM കൊടുത്തിട്ടുണ്ട്. SLM എന്ന് പറയുന്നത് ഇഗ്നോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. വാല്യൂ ആഡഡ് നോട്ട്സ് അല്ലെങ്കിൽ VAN അതല്ലെങ്കിൽ ഹെൽപ്പ് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൾഡേഴ്സ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ലേൺവൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഷോർട്ട് നോട്ട്സ് ആണ്. പിന്നെ അത് പോരാഞ്ഞിട്ട് പിന്നെ നമ്മൾ എക്സാം PDF പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാം PDF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ PYQs ബേസ് ചെയ്തിട്ടുള്ള സോൾവ്ഡ് ആൻസേഴ്സും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു വീക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മളെ റെക്കോർഡ് ലെക്ചേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ട് നമ്മുടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ലെക്ചേഴ്സ് നിങ്ങൾ കാണണം, വീഡിയോസ് കാണണം. അതേപോലെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ബുക്കിന്റെ സമ്മറി കൂടി വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവും. VAN അല്ലെങ്കിൽ ഹെൽപ്പ് ബുക്ക്. ഇതിൽ ഷോർട്ട് ആയിട്ട് നമ്മുടെ ആ ഒരു ക്ലാസ്സസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി തരാനുള്ള കാര്യങ്ങൾ VANൽ കൊടുത്തിട്ടുണ്ടാവും. സോ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി നമുക്ക് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് എക്സാം അടുപ്പിച്ചു, എക്സാമിന്റെ അടുത്തായപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ എക്സാം PDF ഉണ്ട്, അതേപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ്, രണ്ടും സെയിം സാധനം തന്നെയാണ്. PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സോൾവ്ഡ് ആൻസേഴ്സും ആണ്. സോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതേപോലെ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാകും. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഏത് ഏരിയ ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെ ഏതിലാണ് നിങ്ങൾ കൂടുതൽ മാർക്ക് മീൻസ് ഏത് യൂണിറ്റ് കാര്യമായിട്ട് നോക്കണം, അല്ലെങ്കിൽ ഏത് ബ്ലോക്ക് കാര്യമായിട്ട് നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമ്മുടെ ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഷോർട്ട് ആയിട്ട് തരുന്ന ഒരു നോട്ടാണ്. എല്ലാം ക്ലിയർ ആയിട്ട് ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള നോട്ടേ ഉണ്ടാവുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് നമ്മുടെ SLMൽ തന്നെ ആവും. നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് അത് വായിക്കണം, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഹെൽപ്പ് ബുക്ക് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾക്ക്. അതേപോലെ നമ്മൾ വിത്ത് മെന്റർഷിപ്പ് ബാച്ചസിന് എന്താണ് ലൈവ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അസൈൻമെന്റിന്റെ കാര്യങ്ങൾ, അസൈൻമെന്റിന്റെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയാലും അതിന്റെ സോൾവ്ഡ് ആയിട്ടുള്ള ഗൈഡ് ബുക്ക് ആയാലും നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഗൈഡ് ബുക്ക് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നമ്മൾ കുറച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പഠിക്കണമല്ലോ. സോ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ ആൻസർ ചെയ്ത് പോകാം. സോ ആ ഗൈഡ് ബുക്ക് റെഫർ ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ അസൈൻമെന്റിന്റെ ആൻസേഴ്സ് ചെയ്തു പോകണം. എക്സാമിനോട് അടുപ്പിച്ച് നിങ്ങൾക്ക് ഈ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഒരു ഫോൾഡറിലുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴും ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിന്റെ സോൾവ്ഡ് ആൻസേഴ്സ് എങ്ങനെയാണ്, ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ PYQ എന്നുള്ള ആ ഒരു ഫോൾഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി വിത്ത് മെന്റർഷിപ്പ് ബാച്ചിന്റെ പ്രത്യേകതയാണ് നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടാകും. അതായത് നമുക്ക് ഓരോ ബ്ലോക്കുകൾ ഇപ്പൊ നിങ്ങൾ സിലബസ് ഡിക്കോഡ് ചെയ്ത സമയത്ത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ബ്ലോക്കുകളാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ലൈവ് സെഷൻസ് ഉണ്ടാകും. ലൈവ് എന്ന് പറയുന്നത് 2 സെഷൻ കൊണ്ട് നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആവും. ബ്ലോക്കിൽ 3, 4 ചിലപ്പോൾ 5 യൂണിറ്റ്സ് വരെ ഉണ്ടാവും. സോ ആ ഒരു യൂണിറ്റിന് നമുക്കൊരു ബ്രെയിൻ സ്റ്റോം, ഒരു റിവിഷൻ എന്നുള്ള രീതിയിലാവും ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുക. പക്ഷെ അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും കേട്ടോ. പിന്നെ എക്സാമിനോട് അടുപ്പിച്ച് നിങ്ങൾക്ക് ലൈവ് സെഷൻസും സ്പെഷ്യൽ ആയിട്ടുള്ള ലൈവ് സെഷൻസും കാര്യങ്ങളും മെന്റർഷിപ്പ് സപ്പോർട്ടും കെയറും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇഗ്നോന്റെ മോഡൽ എക്സാം നമുക്ക് എക്സാം അടുപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഇഗ്നോന്റെ എക്സാം ഉണ്ടാവുക. സോ അതറിയാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സാം പേടി മാറ്റാനും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇഗ്നോന്റെ ഒരു മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. ചില സബ്ജക്ട്സിന് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, എങ്ങനെ എക്സാം എഴുതണം, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും. സോ അതിനെ കുറിച്ചിട്ടും നമ്മൾ ലേൺവൈസ് നിങ്ങൾക്ക് മോഡൽ എക്സാം നടത്തും. പിന്നെ നമുക്ക് ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരികയാണ്, ഇപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അക്കാഡമിക്കൽ ആയിക്കോട്ടെ, എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് അംബാസിഡറിന്റെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് സെഷൻ എന്നുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സജഷൻസ് ഇവിടുത്തെ ഹാപ്പിനെസ് അംബാസിഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് EP ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് EPന്റെ ഒരു ഫോൾഡർ നമ്മുടെ ആപ്പിലുണ്ട്. സോ അതിൽ കുറച്ച് ആക്ഷൻസും ടാസ്ക്സും ഉണ്ടാവും. സോ അതൊക്കെ നിങ്ങൾ ചെയ്യാം. അതിനനുസരിച്ചുള്ള ക്ലാസ്സും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും.
പിന്നെ അത് പോരാതെ നമുക്ക് നമ്മുടെ ഓരോ കരിക്കുലർ ഇവന്റ്സും നമ്മുടെ ലേൺ വൈസിൽ ഉണ്ടാകും. നിങ്ങൾക്ക് ഓരോ സെലിബ്രേഷൻസ് ആയാലും ഓരോ പ്രോഗ്രാംസ് ആയാലും ഓരോ വർക്ക്ഷോപ്സ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടക്ട് ചെയ്യും. സോ അതിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങളെ കരിയർ ഡെവലപ്മെന്റ് കൊണ്ടുവരാനും അതേപോലെ നിങ്ങളുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി നമുക്ക് നിങ്ങൾ എല്ലാവരും ടൈം ടേബിളിന് വെയിറ്റ് ചെയ്യാവും. കാരണം ടൈം ടേബിൾ ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും പലതും കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും വീഡിയോസ് ഒക്കെ. പക്ഷെ ഇനി നമുക്ക് ടൈം ടേബിൾ വെച്ചിട്ട് മുന്നോട്ട് പോകണം. സോ നമുക്ക് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് BA-PCH ആണ് ആദ്യം കാണിച്ചു വരുന്നത്. അതായത് 3 വർഷത്തെ കോഴ്സിന്റെ 4 വർഷത്തെ കോഴ്സിന്റെ നെക്സ്റ്റ് കാണിച്ചു തരാം കേട്ടോ. സോ നമ്മുടെ ടൈം ടേബിളിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ വീഡിയോ കാണേണ്ടത് സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. സോ നമ്മൾ 11-ാം തീയതി നമ്മൾ ഇന്നലെ മുതൽ നമ്മൾ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ് കാണാൻ പറഞ്ഞത്. ജസ്റ്റ് സൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. സോ അതാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, അപ്പൊ അതില് നിങ്ങൾ ഫസ്റ്റ് നമുക്ക് ഒരു ദിവസം 2 വീഡിയോസ് വെച്ചിട്ട് കാണാം. 2 ലെസൺസ്. നിങ്ങൾ ഓൾറെഡി വീഡിയോ മീൻസ് ആപ്പ് ഒക്കെ പരിചയമായവർക്ക് മനസ്സിലാവും. നമ്മുടെ ബ്ലോക്കുകളെ നമ്മൾ യൂണിറ്റ് ആക്കിയിട്ടും യൂണിറ്റിന് ലെസൺസും ആക്കിയിട്ടുമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഒരു ദിവസം 2 ലെസൺ എന്നുള്ള രീതിയിൽ സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് നിങ്ങൾ കണ്ടു തുടങ്ങേണ്ടത്. അതിലെ 2 ലെസൺസ് ഒരു ദിവസം നിങ്ങൾ കാണണം. ഇങ്ങനെ ഓരോ ദിവസം 2 ലെസൺസ് കംപ്ലീറ്റ് കണ്ടിട്ട് ലാസ്റ്റ് അത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ റിവിഷൻ സെഷൻ വരും. ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലോക്കിന്റെ റിവിഷൻ സെഷന് വരും. 2-3 ദിവസം വെച്ചിട്ടാണ് നമ്മൾ റിവിഷൻ സെഷൻസ് ഉണ്ടാവുക. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു സബ്ജക്റ്റിന്റെ റിവിഷൻ, ആ ഒരു ബ്ലോക്കിന്റെ റിവിഷൻ നടത്തും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലോക്ക് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും ആ ബ്ലോക്ക് 2ന്റെ റിവിഷൻ വരും. പിന്നെ ബ്ലോക്ക് 3. അങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ പോകുന്നത്. ഓക്കെ, ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് ഈ ഒരു സെഷന്റെ ശേഷം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരൂ കേട്ടോ. BA-FPCക്കാർ, അതായത് 4 വർഷത്തെ നമ്മുടെ ഡിഗ്രി കോഴ്സസ് ചെയ്യേണ്ടത് സമയമൊന്നും നോക്കണ്ട കേട്ടോ. സമയമൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 10:30ക്കും നൈറ്റ് ഒരു 7:30 ആക്കിയിട്ട് ഷെഡ്യൂൾ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം രാവിലെ കണ്ട് തീർക്കണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാം നൈറ്റ് കണ്ട് തീർക്കണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു ദിവസം 2 ലെസൺസ് നിങ്ങൾ കാണണം. BA-FPCക്കാര് ഓൺട്രപ്രണർഷിപ്പ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. ഓൺട്രപ്രണർഷിപ്പിന്റെ ലെസൺ 1ഉം ലെസൺ 2ഉം വെച്ച് തുടങ്ങാം. അങ്ങനെ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് നമുക്ക് ലൈവ് സെഷൻസ് വരിക. ഓക്കെ, ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയ ആ ഒരു ബ്ലോക്കിന്റെ ലൈവ് സെഷന് വരും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ സെക്കൻഡ് ബ്ലോക്കിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങണം. സെക്കൻഡ് ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് ബ്ലോക്കിന്റെ റിവിഷൻസ് വരും. അങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സബ്ജക്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അയച്ചു തരും. ഇനി നമുക്ക് ആക്ഷൻ ടാസ്ക് ആണ്. ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള 3 സെഷനിൽ നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് തന്നിട്ടുണ്ടാവും. സോ അതേപോലെ തന്നെ ഒരു ഗൂഗിൾ ഫോം ആണ്. സോ അത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ LSCs നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അത് നിങ്ങൾ ഇന്ന് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഫോം അയച്ചു തരും. ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക, നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം BA സൈക്കോളജി കൊടുക്കുക, പിന്നെ നിങ്ങളുടെ മെന്ററിന്റെ നെയിം അല്ലെങ്കിൽ LSCന്റെ നെയിം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇപ്പോൾ കുറെ സബ്ജക്ട്സ് പഠിച്ചു, 8 സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സിനെ നിങ്ങൾ റാങ്ക് ചെയ്യുക. ഫസ്റ്റ് ടു മോസ്റ്റ്, ഫസ്റ്റ് ഉള്ളതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ നിങ്ങൾക്ക് 1 കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് ഉള്ളതിനെ നിങ്ങൾക്ക് 8 എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് എന്താണ് റാങ്ക് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ ഒരു കേട്ട രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അതിനെ റാങ്ക് 1 കൊടുക്കുക. ഏറ്റവും ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് റാങ്ക് 6 അല്ലെങ്കിൽ റാങ്ക് 8 കൊടുക്കുക. ഓക്കെ, ഇനി റാങ്ക് 1 കൊടുത്തതിന് എന്താണ് റീസൺ എന്നുള്ളത് ഇവിടെ കൊടുക്കുക. എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ സബ്ജക്ട്സിൽ ക്യൂരിയസ് ആയതുകൊണ്ടാണ്. നിങ്ങൾ പല റീസൺസ്, ഓരോരുത്തർക്കും ഓരോ റീസൺസ് ആയിരിക്കും. സോ അത് കൊടുക്കുക. ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട്സിന് നിങ്ങൾ ഏറ്റവും കുറവ് റാങ്ക് കൊടുത്തത് എന്തുകൊണ്ടാണ്, അതിനുള്ള റീസൺ എന്താണെന്നും കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ഇയറിന്റെ ഫുൾ സിലബസ് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത്? നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയോ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നാണോ, അല്ലെങ്കിൽ മാർക്കിന് അപ്പുറത്തേക്ക് ഒരു സബ്ജക്റ്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ല ഇനി ഇതിലുള്ള ഓപ്ഷൻസ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ അതെന്ന് കൊടുത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ സ്ലോട്ട് എങ്ങനെയാണ്? നിങ്ങൾക്ക് വീക്ക് ഡേ മോർണിംഗ് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. സാറ്റർഡേസിൽ അല്ലെങ്കിൽ സൺഡേസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, പഠിക്കാൻ ഇരിക്കുന്ന സമയം എന്നുള്ളതുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഡെയിലി കുറച്ച് സമയം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതൊന്നും അല്ലാത്ത ഓപ്ഷൻ ആണെങ്കിൽ അതർ കൊടുക്കുക. നിങ്ങളുടെ ഇത്രയും സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസും നമ്മുടെ ലേൺ വൈസിന്റെ മെറ്റീരിയൽസും ലേൺ വൈസിന്റെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിട്ട്
നിങ്ങളുടെ കോൺഫിഡൻസ് ഇപ്പൊ എത്രയാണ്? ടോപ്പ് 5 ആണോ, ടോപ്പ് 3 ആണോ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് റാങ്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മുടെ സിലബസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഓരോ സബ്ജക്റ്റ്, ഓരോ ബ്ലോക്കുകൾ, ഓരോ യൂണിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.